നമസ്കാരം. ആൻഡ്രോയിഡ് ഫോണുകളിൽ എങ്ങനെ പൈതൺ കോഡ് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഇത് ചെയ്യാനായി ആദ്യം നമുക്ക് ടെർമിക്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ എഫ്ട്രോയിഡിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. എഫ്ട്രോയിഡ് എന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആപ്പുകൾ മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പ് സ്റ്റോറാണ്. നമ്മളിപ്പോൾ ടെർമിക്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞു. ഇപ്പോൾ ഓപ്പൺ ആക്കുകയാണ്. ടെർമിക്സ് എന്നത് ലിനക്സ് കമ്പ്യൂട്ടറുകളിലെ ടെർമിനൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ടെർമിക്സിൽ പൈതൺ പാക്കേജ് ലഭ്യമാണോ എന്ന് നോക്കാം. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണോ എന്നറിയാൻ pkg സെർച്ച് പൈതൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ കമാൻഡ് റൺ ആവും. അപ്പോൾ പൈതൺ പാക്കേജ് ലഭ്യമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനായി pkg ഇൻസ്റ്റാൾ പൈതൺ എന്ന കമാൻഡ് കൊടുക്കുക, എൻ്റർ അമർത്തുക. ഇപ്പോൾ നമ്മളോട് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെർമിഷൻ കൊടുക്കാനായി y എന്ന് കമാൻഡ് കൊടുക്കുക. ഇപ്പോൾ ഡൗൺലോഡിങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. ഈ ഭാഗം ഞാൻ പാസ്വേഡ് റെഡി ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിട്ടുണ്ട്. സ്ക്രീൻ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ക്ലിയർ എന്ന കമാൻഡ് കൊടുക്കുക. പൈതൺ പ്രോഗ്രാമുകൾ നമുക്ക് രണ്ട് രീതിയിൽ റൺ ചെയ്യാം. ആദ്യത്തേത് പൈതൺ ഇൻ്റർപ്രിറ്ററാണ്. ഇൻ്റർപ്രിറ്ററിൽ നമ്മൾ ഓരോ വരി ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ അടിക്കുമ്പോഴും നമ്മുടെ കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ആ രീതി നമുക്കൊന്ന് നോക്കാം. പൈതൺ ഇൻ്റർപ്രിറ്ററായി ടെർമിക്സിൽ ഓപ്പൺ ചെയ്യാനെ കൊണ്ട് പൈതൺ 3 എന്ന് കമാൻഡ് കൊടുക്കുക. ഇപ്പോൾ പൈതൺ ഇൻ്റർപ്രിറ്റർ ഓപ്പൺ ആയി കഴിഞ്ഞതായി നമുക്ക് കാണാം. നമുക്ക് ജസ്റ്റ് ഹൈ എന്നൊന്ന് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ അതിനായി പ്രിൻ്റ് ഹൈ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എൻ്റർ അടിക്കുമ്പോൾ അത് എക്സിക്യൂട്ട് ആവുന്നതായി കാണാം. ഇനി Ctrl+d കൊടുത്ത് ഇൻ്റർപ്രിറ്ററിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാം. രണ്ടാമത്തെ രീതി എന്നുള്ളത് പൈതൺ കമ്പൈലറാണ്. വലിയ കോഡുകൾ റൺ ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ ഈ രീതിയാണ് സ്വീകരിക്കുന്നത്. ഈ രീതിയിൽ കോഡുകൾ റൺ ചെയ്യാനായി നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ഈ കോഡുകൾ എഴുതി അത് സേവ് ചെയ്ത ശേഷം ഇത് റൺ ചെയ്യുക എന്നുള്ളതാണ്. ടെർമിക്സിൽ ലഭ്യമായിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ പേര് നാനോ എന്നാണ്. അത് ഓപ്പൺ ആക്കാനായി നമുക്ക് നാനോ എന്ന കമാൻഡ് എടുത്ത് എൻ്റർ അടിക്കണം. ഇപ്പോൾ നാനോ ഓപ്പൺ ആയതായി നമുക്ക് കാണാം. നമ്മുടെ പ്രോഗ്രാം കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് സേവ് ചെയ്യാനെ കൊണ്ട് ctrl പ്രസ് ചെയ്ത ശേഷം എസ് പ്രസ് ചെയ്യുക. ഇനി നമ്മളോടിപ്പോൾ സേവ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിന് കൊടുക്കാനെ കൊണ്ട് ഒരു പേര് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിന് tnku.py എന്ന പേര് കൊടുത്താണ് സേവ് ചെയ്യുന്നത്. py എന്നത് പൈതൺ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. സേവ് ആയ ശേഷം ctrl+d കൊടുത്ത് എക്സിറ്റ് ആവുക നാനോയിൽ നിന്ന്. ഇനി പ്രോഗ്രാം കമ്പൈൽ ചെയ്യാനായി പൈതൺ 3 സ്പേസ് പ്രോഗ്രാം നെയിം ടൈപ്പ് ചെയ്യുക. ഈ പ്രോഗ്രാമിൻ്റെ പേര് tnku.py എന്നായതുകൊണ്ട് പൈതൺ 3 സ്പേസ് tnku.py എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നമുക്ക് റണ്ണായതായി കമ്പൈൽ ആയതായി കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.